ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ മാത്സിൻ്റെ യൂണിറ്റ് 7 ഇൻസൈഡ് നമ്പേഴ്സിൻ്റെ തേർഡ് പാർട്ട് നോക്കാം. ലെറ്റ്സ് മെഷർ. Najeem and Manoj are measuring milk. Najeem has a measuring jar of 2 liters and Manoj has a measuring jar of 5 liters. നജീമും മനോജും കൂടി മിൽക്ക് മെഷർ ചെയ്ത് നോക്കുകയാണ്. ഒരു വലിയ ക്യാനിനകത്ത് നിറച്ച് പാലിരിപ്പുണ്ട്. ആ പാൽ എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കിയാണ് നജീമും മനോജും കൂടി. നജീം ഹാസ് എ മെഷറിംഗ് ജാർ ഓഫ് 2 ലിറ്റേഴ്സ്. നജീമിൻ്റെ കയ്യിൽ ഒരു 2 ലിറ്ററിൻ്റെ ഒരു അളക്കുന്ന ഒരു ജാറുണ്ട്. അതുപോലെ തന്നെ മനോജിൻ്റെ കയ്യിലെ മെഷറിംഗ് ജാറ് 5 ലിറ്ററിൻ്റെതാണ്. വാട്ട് ആർ ദ ക്വാണ്ടിറ്റീസ് ഓഫ് മിൽക്ക് നജീം ക്യാൻ മെഷർ ഔട്ട്? നജീമിന് എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ഓഫ് മിൽക്ക് ആയിരിക്കും മെഷർ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. നജീമിൻ്റെ കയ്യിലുള്ളത് 2 ലിറ്ററിൻ്റെ അളവ് പാത്രമല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നജീം ക്യാൻ മെഷർ ഔട്ട് 2 ലിറ്റേഴ്സ്. ഉറപ്പായിട്ടും 2 ലിറ്റേഴ്സ് ആദ്യത്തെ ട്രിപ്പിൽ ഒരു വട്ടം എടുക്കുമ്പോൾ തന്നെ ആ പാത്രത്തിനുള്ളിൽ 2 ലിറ്റർ മിൽക്ക് കൊള്ളും. അപ്പോൾ 2 ലിറ്റർ എടുക്കാം. ഇനി ഒരു വട്ടം അത് ഇട്ടു, പിന്നെയും ഒരു വട്ടം കൂടി അത് മുക്കി ഒഴിക്കുമ്പോൾ എത്രയായി? 2 + 2 4 ലിറ്റർ ആയേ. അപ്പോൾ 4 ലിറ്ററും നജീമിന് അളക്കാൻ പറ്റും. പിന്നെ ഒരു വട്ടം കൂടെ കോരി ഒഴിക്കുമ്പോൾ എത്രയായി? 2 + 2 + 2 6 ലിറ്റേഴ്സ് ആയി. അടുത്തതാകുമ്പോൾ 8 ആകും, +2 ആകുമ്പോൾ 10 ലിറ്റർ ആവും. അങ്ങനെ സോൺ അല്ല, ഒരു ഈവൻ നമ്പേഴ്സ് 2ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പേഴ്സിലുള്ള എല്ലാ അളവും നജീമിന് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. സിമിലർലി മനോജ് ക്യാൻ മെഷർ ഔട്ട് 5 ലിറ്റേഴ്സ്. അതുപോലെ തന്നെ മനോജിൻ്റെ കയ്യിൽ എത്ര ലിറ്ററിൻ്റെ അളവ് പാത്രമാണ് ഉള്ളത്? 5 ലിറ്ററിൻ്റെ. അപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾസ്, ആദ്യത്തെ ഒരു വട്ടം കോരി എടുക്കുമ്പോൾ 5 ലിറ്റർ മിൽക്ക് കിട്ടും. അടുത്ത ഒന്നും കൂടെ മുക്കി കോരുമ്പോൾ അതും 5 ലിറ്ററാണ്. അപ്പോൾ 5 + 5 10 ലിറ്റർ മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ 5ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള എല്ലാ അളവുകളും മനോജിന് മെഷർ ചെയ്യാൻ പറ്റും. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മനോജിൻ്റെ കയ്യിൽ 5 ലിറ്ററിൻ്റെ മെഷറിംഗ് ജാറാണുള്ളത്. അപ്പം മനോജിനോട് പറയാണ് ഒരു 12 ലിറ്റർ മിൽക്കിങ് എടുത്തേ, 12 ലിറ്റർ പാലിങ് അളന്നെടുത്തേന്ന് പറഞ്ഞാൽ മനോജിന് പറ്റുമോ അത്? കാരണം മനോജിന് ആ 12 ലിറ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് മുക്കി 5 ലിറ്റർ ഒഴിച്ചു, അടുത്ത ഒന്ന് മുക്കി 5 ലിറ്റർ ഒഴിച്ചു, പിന്നെ 2 ലിറ്റർ എങ്ങനെ 5 ലിറ്ററിൻ്റെ അളവ് പാത്രത്തിൽ കോരാൻ പറ്റുമോ? പറ്റത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. ക്യാൻ ബോത്ത് ഓഫ് ദം മെഷർ ഔട്ട് 2 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്? അപ്പം നജീമിനും മനോജിനും 2 ലിറ്റർ ഓഫ് മിൽക്ക് അളന്നെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം നജീമിൻ്റെ കയ്യിലാണ് 2 ലിറ്ററിൻ്റെ അളവ് പാത്രം ഉള്ളത്. അപ്പോൾ നജീമിന് 2 ലിറ്റർ അളന്നെടുക്കാം. പക്ഷേ മനോജിൻ്റെ കയ്യിൽ എത്ര ഇരിക്കുന്നത്? 5 ലിറ്ററിൻ്റെ അളവ് പാത്രം. 5 ലിറ്റർ അളവ് പാത്രത്തിൽ എത്ര പാലെടുത്താൽ 2 ലിറ്റർ ആയെന്ന് എങ്ങനെ അറിയാൻ പറ്റുമോ? പറ്റത്തില്ല. വാട്ട് അബൌട്ട് 5 ലിറ്റർ? 5 ലിറ്റർ നജീമിനോട് ഇപ്പോൾ പറയാണ് 5 ലിറ്റർ അളന്നെടുക്കാൻ. നജീമിൻ്റെ കയ്യിൽ 2 ലിറ്ററിൻ്റെ അളവ് പാത്രമായിരിക്കുന്നത്. അപ്പോൾ 5 എടുക്കണമെങ്കിൽ ഓക്കെ, ആദ്യം ഒരു വട്ടം കോരി എടുത്തു, അടുത്തത് ഒരു വട്ടം കോരി എടുക്കുമ്പോൾ 4 ലിറ്റർ ആയെന്നറിയാം. പിന്നെ 1 ലിറ്റർ ആയെന്ന് എങ്ങനെ അറിയും? 2 ലിറ്ററിൻ്റെ അല്ലേ അളവ് പാത്രം ഇരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്ത് കറക്റ്റ് ഇത്ര 5 ലിറ്ററാണ് എന്ന് പറഞ്ഞെടുക്കാൻ പറ്റില്ല. ദ ക്വാണ്ടിറ്റീസ് നജീം ക്യാൻ മെഷർ ഔട്ട് ആർ. അപ്പം നജീമിന് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ഏതാണ്? 2ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത്. അതായത് 2, 4, 6, 8, 10, 12, 14, 16, 18, 20 ആൻഡ് സോ ഓൺ. അതാണ് നജീമിന് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ്. സിമിലർലി മനോജ് ക്യാൻ മെഷർ ഔട്ട് 5, 10, 15, 20, 25 ആൻഡ് സോ ഓൺ. അതുപോലെ തന്നെ മനോജിന് 5, 10, 15, 20, 25, അതായത് 5ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ഏത് സംഖ്യകളും മനോജിന് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഫ്രം ദീസ് വി സീ ദാറ്റ് ബോത്ത് ഓഫ് ദം ക്യാൻ മെഷർ ഔട്ട് 10 ലിറ്റേഴ്സ്. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. എന്താണ്? നജീമിനും മനോജിനും 10 ലിറ്റേഴ്സ് ഓഫ് മിൽക്കിൻ്റെത് അളന്നെടുക്കാൻ പറ്റുമെന്ന് അല്ലേ? കാരണം നജീമിൻ്റെ 2 ലിറ്റർ ആയിരിക്കുന്നത്, 2ൻ്റെ മൾട്ടിപ്പിളാണ് 10 അല്ലേ? 2 ഇപ്പോൾ 2 ലിറ്ററിൽ ഒരു വട്ടം കോരി, 2 വട്ടം കോരി, അങ്ങനെ 5 വട്ടം കോരി കഴിയുമ്പോൾ 10 ലിറ്റർ മിൽക്കാവുമല്ലോ. അതുപോലെ മനോജിൻ്റെ ഇരിക്കുന്ന 5 ലിറ്ററിൻ്റെ അളവ് പാത്രത്തിൽ 2 വട്ടം കോരി കഴിയുമ്പോഴും 10 ലിറ്റർ കിട്ടും. അതുപോലെ തന്നെ ദി അതർ ക്വാണ്ടിറ്റീസ് ബോത്ത് ക്യാൻ മെഷർ ഔട്ട് ആ 20 ലിറ്റേഴ്സ്, 30 ലിറ്റേഴ്സ്, 40 ലിറ്റേഴ്സ് എക്സെട്ര. അതുപോലെ ഇപ്പോൾ 10 ലിറ്റർ നജീമിനും മനോജിനും ഒരുപോലെ അളക്കാൻ പറ്റും. അതുപോലെ തന്നെ അല്ലേ 20 ലിറ്റർ? കാരണം 2ൻ്റെ മൾട്ടിപ്പിൾ ആണ് 20, അതുപോലെ തന്നെ 5ൻ്റെ മൾട്ടിപ്പിളും ആണ് 20. അപ്പോൾ അത് 2 പേർക്കും ഒരുപോലെ മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് 30, 40, 50, 60 അല്ലേ? സോ ഓൺ. കോമൺ മൾട്ടിപ്പിൾ. വാട്ട് ഇഫ് മെഷറിംഗ് ജാർസ് ഓഫ് നജീം ആൻഡ് മനോജ് ആർ 3 ലിറ്റേഴ്സ് ആൻഡ് 4 ലിറ്റേഴ്സ്? ഇനിയിപ്പം നമുക്ക് നോക്കാം. ഈ നജീമിൻ്റെ കയ്യിൽ ഒരു 3 ലിറ്ററിൻ്റെ അളവ് പാത്രവും മനോജിൻ്റെ കയ്യിൽ ഒരു 4 ലിറ്ററിൻ്റെ അളവ് പാത്രമാണ് ഇരിക്കുന്നതെന്ന് വെച്ചോ.
Using the 3 liter jar, we can measure out 3 liter, 6 liter, 9 liter, 12 liter and so on അല്ലേ. 3 ലിറ്ററിൻ്റെ അളവ് പാത്രം വെച്ച് 3ൻ്റെ മൾട്ടിപ്പിൾസ് 3, 6, 12 അങ്ങനെ 6, 9, 12 എന്നിങ്ങനെ നമുക്ക് അളവുകൾ അളന്നെടുക്കാൻ പറ്റും. 3, 6, 9 are multiples of 3. Similarly, using 4 liter jar, the quantities which we can measure out are multiples of 4. അല്ലേ. അതുപോലെ തന്നെ ഇപ്പം 4 ലിറ്ററിൻ്റെയാണ് മനോജിൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പം മനോജിന് അളന്നെടുക്കാൻ പറ്റുന്ന മിൽക്കിൻ്റെ അളവെന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 4ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 4, 8, 12, 16 അങ്ങനെയുള്ള മൾട്ടിപ്പിൾസ് ആണ്. Hence, the quantities that can be measured out using both these jars are the multiples of both 3 and 4. അങ്ങനെ പറയുമ്പോൾ ഈ 3ഉം 4ഉം 2 അളവ് പാത്രമുണ്ട്. ഈ 2 അളവ് പാത്രങ്ങളും ഉപയോഗിച്ച് കൃത്യമായി അളന്നെടുക്കാൻ പറ്റുന്ന, ഈ 2 പേർക്കും ഒരുപോലെ അളന്നെടുക്കാൻ പറ്റുന്ന അളവുകൾ എത്രയാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? 3യുടെ മൾട്ടിപ്പിൾസ് എഴുതി വെക്കുക, 4ൻ്റെ മൾട്ടിപ്പിൾസും എഴുതി വെക്കുക. എന്നിട്ട് ഇതിനകത്ത് രണ്ടും കോമൺ ആയിട്ട് വരുന്ന ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3യുടെ മൾട്ടിപ്പിളാണ് എന്ത്? 3, 6, 9, 12, 15. അതുപോലെ 4ൻ്റെതാണ് 4, 8, 12, 16 അങ്ങനെ പോകും. അപ്പോൾ എന്താ നോക്കിക്കേ, 3യുടേതിനകത്തും 4ൻ്റെതിനകത്തും കോമൺ ആയിട്ട് 12 വന്നില്ലേ. അപ്പോൾ ഈ 12 ലിറ്റർ ഓഫ് മിൽക്ക് 3 ലിറ്ററിൻ്റെ അളവ് പാത്രം ഉപയോഗിച്ചാലും 4 ലിറ്ററിൻ്റെ അളവ് പാത്രം ഉപയോഗിച്ചാലും കറക്റ്റായിട്ട് നമുക്ക് ഈ കോമൺ ആയിട്ട് മെഷർ ചെയ്ത് എടുക്കാൻ പറ്റും. 12, 24, 36 are called the common multiples of 3 and 4. അപ്പോൾ ഇപ്പം നമ്മൾ 12 കണ്ടുപിടിച്ചില്ലേ, അതുപോലെ ഇനിയും ഫർദർ ഇങ്ങനെ 3യുടെ മൾട്ടിപ്പിൾസും 4ൻ്റെ മൾട്ടിപ്പിൾസും എഴുതി നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ബാക്കി ഏതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്? 12, 24, 36 ഇതൊക്കെ 3യുടെയും 4ൻ്റെയും കോമൺ മൾട്ടിപ്പിൾസ് ആണെന്ന് മനസ്സിലാവും. എമംഗ് ദം 12 ഈസ് ദ ലീസ്റ്റ്. അപ്പോൾ ഞാൻ നോക്കിക്കേ, 12, 24, 36 ഇതൊക്കെ കോമൺ ഫാക്ടേഴ്സ് ആണ് 3യുടെയും 4ൻ്റെയും. അതിനകത്ത് ഏറ്റവും ചെറിയ കോമൺ ഫാക്ടർ ഏതാണ്? 12 ആണ്. അപ്പോൾ 12 ഈസ് കോൾഡ് ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 3 and 4. അപ്പോൾ നമുക്ക് 12 3യുടെയും 4ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതായത് ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ, LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 3 and 4 ഏതാണ്? 12. Similarly, how do we find out the least common multiple of 6 and 8? അതുപോലെ തന്നെ നമുക്കപ്പോൾ 6, 8ൻ്റെ വേറെ 2 നമ്പേഴ്സിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ആദ്യം നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് 6 എഴുതണം. 6ൻ്റെ മൾട്ടിപ്പിൾസ് എങ്ങനെ എഴുതും? 6 × 1, 6 × 2 അങ്ങനെ ഫുൾ എഴുതി വെക്കുക. അപ്പോൾ അതാ നോക്കൂ, 6ൻ്റെ മൾട്ടിപ്പിൾ 6, 12, 18, 24, 30, 36, 42, 48 എക്സെട്ര അങ്ങനെ എഴുതി. ഇനി അതുപോലെ തന്നെ മൾട്ടിപ്പിൾസ് ഓഫ് 8 എഴുതാം. ഏതൊക്കെയാണ്? 8, 16, 24, 32, 40, 48 എക്സെട്ര. അപ്പോൾ ഇതിനകത്തുനിന്ന് കോമൺ മൾട്ടിപ്പിൾസ് ഏതാണെന്നുള്ളത് കണ്ടെത്തുക. ഫ്രം ദീസ് കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 6 and 8 ആർ ഏതൊക്കെയാണ്? 24, 48, 72 etc. Since 24 is a least among this, it is called as a least common multiple. പക്ഷേ ഇതൊക്കെയാണ് ഇതിൻ്റെ 6ഉം 8ൻ്റെയും കോമൺ മൾട്ടിപ്പിൾസ് 24, 48, 72 ഒക്കെ ആണെങ്കിലും നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതായത് ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ ആണ്. 24, 48, 72 ഏറ്റവും ചെറുത് ഏതാ? 24. അപ്പോൾ 6ൻ്റെയും 8ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? 24. LCM അഥവാ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഒന്നും കൂടെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.